കല്ലുവിൻ്റെ സ്വന്തം പി.കെ. ഭാഗം 5. കണ്ണൻ്റെ കയ്യിലിരിക്കുന്ന കടലാസുകൾ സുമ വേഗത്തിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ഒന്ന് കണ്ണോടിച്ചു നോക്കി. അത് വായിച്ചപ്പോൾ അവരാകെ സ്തംഭിച്ചു പോയി. എൻ്റെ കൃഷ്ണ, ഞാൻ എന്താ ഈ കാണണേ? ആരോട് ചോദിച്ചിട്ടാ കണ്ണ നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്? അച്ഛൻ നിന്നെ പലപ്പോഴായി ശാസിക്കുമ്പോഴും ഞാൻ അദ്ദേഹത്തെയാണ് കുറ്റപ്പെടുത്താറുള്ളത്. ഈ വീട് പണയപ്പെടുത്താൻ മാത്രം എന്ത് ബാധ്യതയാടാ നിനക്കുണ്ടായിരുന്നത്? പറയടാ. അവർ ഉച്ചത്തിൽ ചാടിക്കടിച്ചുകൊണ്ട് അവൻ്റെ നേർക്ക് വന്നു. തനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല എന്ന ഭാവത്തിൽ അവൻ അവിടെ തന്നെ കൈകൾ കെട്ടി നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങളെങ്ങനെ ബഹളം വയ്ക്കാൻ മാത്രമുള്ള പ്രശ്നമൊന്നും ഇവിടെ ഇല്ല. മനുഷ്യരായ ചില സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വന്നെന്ന് വരും. അതിന് ചിലപ്പോൾ വീടോ സ്വർണമോ അങ്ങനെ എന്തേലും പണയം വെച്ചെന്നും വരും. അതിനൊക്കെ ഇങ്ങനെ കിടന്ന് തുള്ളാൻ നിൽക്കണോ? അവൻ ഒട്ടും കൂസലില്ലാതെ അമ്മയുടെ മുഖം നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് കണ്ടതും സുമ അവൻ്റെ മുഖം നോക്കി ഒന്നങ്ങ് പൊട്ടിച്ചു. അഹങ്കാരി, ഇത്രയും ചെയ്തതും പോരാഞ്ഞ് അധികപ്രസംഗം നടത്തുന്നോടാ, അതും നീ ഞങ്ങളെ നോക്കി. സുമയമ്മയുടെ അപ്രതീക്ഷിതമായ ഇടപെടൽ അവനെ കുറച്ചൊന്ന് മൗനിയാക്കി. എങ്കിലും വീണ്ടും അവൻ്റെ ന്യായീകരണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. കവിൾ തടവിക്കൊണ്ടവൻ സംസാരിച്ചു തുടങ്ങി. സതീശൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് ഇത്തിരി പണത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ ഞാൻ ആരോടും ചോദിക്കാതെ ഇതങ്ങ് പണയം വെച്ചു. ആ നേരത്ത് അനുവാദം ചോദിക്കാനൊന്നും സമയമുണ്ടായിരുന്നില്ല. അതാ ഞാൻ. സമയമില്ല പോലും. കൂട്ടുകാരോടൊപ്പം കറങ്ങാനും നടക്കാനും നിനക്ക് ഒത്തിരി സമയമുണ്ട്. അവരുടെ മുൻപിൽ നീ വലിയ ഹീറോ ചമഞ്ഞതല്ലേടാ. നാട്ടുകാരൊക്കെ സതീശൻ്റെ പെങ്ങളുടെ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആഡംബരത്തിൽ ബഹുകേമമല്ലായിരുന്നോ? എല്ലാവർക്കും അതിശയമായിരുന്നു. പക്ഷേ അതിൻ്റെ പിറകിൽ ഇങ്ങനെയൊരു ചതിയുണ്ടെന്ന് ഞാൻ ചിന്തിച്ചതേയില്ല. എടാ, ആഡംബരം കാണിക്കാം, പക്ഷേ അത് സ്വന്തം ഇരിപ്പിടം പണയം വെച്ചുകൊണ്ടാവരുത്. സ്വയം അധ്വാനിച്ച മുതലുകൊണ്ടായിരിക്കണം നീ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടേണ്ടിയിരുന്നത്. ഇനി ഈ കടം ആര് വീട്ടുമെന്ന് കൂടി പറഞ്ഞു താ. അച്ഛ അതോർത്തൊന്നും ആദ്യ പിടിക്കണ്ട, ഇതൊക്കെ ഞാൻ തന്നെ വീട്ടിക്കോളാം. അവൻ വളരെ ആത്മവിശ്വാസത്തോടെ അഹങ്കാരത്തോടെയും അത് പറഞ്ഞപ്പോൾ കേട്ടു നിന്ന ശ്രീധരൻ നായർക്ക് വലിയ സന്തോഷമൊന്നും തോന്നിയില്ല. നടന്നത് തന്നെ. മര്യാദയ്ക്ക് ഓട്ടം വിളിച്ചാൽ ഓടാത്തവനാണ് ഈ വലിയ കടം തീർക്കാൻ പോണേ. 1ഉം 2ഉമല്ല, 5 ലക്ഷം കടമാക്കി വെച്ചിരിക്കണേ. ഇക്കണ്ട കാലം വരെ ആരുടെ മുന്നിലും ഞാൻ കൈനീട്ടി നിന്നിട്ടില്ല. അതിനുള്ള ഇട വരുത്തിയിട്ടില്ല. കാരണവന്മാരായി ഉണ്ടാക്കി വെച്ച അന്തസ് നീ കാരണം നശിക്കുകയാണല്ലോടാ. ആ പോസ്റ്റ്മാൻ ഇതെൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരുമ്പോൾ അയാൾ എന്നോട് ചോദിച്ചതിനൊന്നും മറുപടി പറയാൻ എനിക്കായില്ല. സ്വന്തം അച്ഛനോട് തന്നെ ഈ കൊലച്ചതി ചെയ്തല്ലോ മഹാപാപി. അയാൾ കൈ തലയിൽ വെച്ചുകൊണ്ട് അവിടുത്തെ ചാരു കസേരയിൽ വേദനയോടെ ഇരുന്നു. ഇതെല്ലാം കേട്ട് അകത്തുനിന്നും കുഞ്ഞിനെ എടുത്തുകൊണ്ട് കല്ല് പുറത്തേക്ക് വന്നു. കൺമുൻപിൽ രണ്ടുപേരും പരസ്പരം തർക്കിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾ ആകെ പേടിച്ചു പോയി. കലങ്ങിയ കണ്ണുകളോടെ നിൽക്കുന്ന അമ്മയുടെ മുഖവും കാര്യം നിസ്സാരമല്ലെന്ന് അവളെ ഓർമ്മിപ്പിച്ചു. ആണാണെങ്കിൽ നീ ഇതൊക്കെ ചെയ്തു കാണിക്കടാ. വീമ്പ് പറഞ്ഞു നടക്കാൻ ആർക്കും സാധിക്കും. അച്ഛൻ കണ്ണനോട് കയർക്കുന്നതിൻ്റെ കാര്യം എന്തെന്നറിയാതെ അവൾ മിഴിച്ചു നിന്നു. അച്ഛൻ്റെ വെല്ലുവിളി അവനെ കൂടുതൽ ചൊടിപ്പിക്കുകയായിരുന്നു ചെയ്തത്. 1ഉം 2ഉം പറഞ്ഞ് അച്ഛനും മകനും വഴക്ക് കൂടുതൽ മൂർധന്യാവസ്ഥയിലെത്തിച്ചു. വാക്കേറ്റത്തിനൊടുവിൽ സഹി കെട്ടപ്പോൾ ശ്രീധരൻ അവനോട് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടു. എന്നെ അനുസരിക്കാത്ത ഒരു മകനെ ഇനി എനിക്ക് വേണ്ട. ഇറങ്ങിപ്പോടാ ഇവിടുന്ന്. അല്ലെങ്കിലും എന്നെ വിലയില്ലാത്ത ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് തന്നെയാ നല്ലത്. അച്ഛൻ ആവശ്യം ഒരു മകനെയല്ലല്ലോ, എല്ലാം അനുസരിക്കുന്ന ഒരു വളർത്തുനായയല്ലേ വേണ്ടത്. എനിക്കെന്തായാലും അങ്ങനെയാവാൻ പറ്റില്ല. അച്ഛൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു മകനായി നിൽക്കുന്നതിനും ഭേദം തെരുവിൽ പിച്ചെടുത്ത് ജീവിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് അവനും ആ തീരുമാനത്തെ ഏറ്റെടുത്തു. തനിക്ക് ജീവിക്കാൻ ആരുടെയും സഹായം വേണ്ടെന്ന ഉറച്ച തീരുമാനത്തിൽ കണ്ണനും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. കല്ലു, എന്തു നോക്കി നിൽക്കാൻ നീയേ? എടുക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ പെട്ടെന്നെടുത്ത് ഇറങ്ങിക്കോ ഇവിടുന്ന്. അങ്ങേര് പറഞ്ഞത് നീയും കേട്ടില്ലേ? ഇനിയും എന്ത് കാണാനാ ഇവിടെ നിൽക്കുന്നത്? വേഗം ഇറങ്ങാനാ നിന്നോട് പറഞ്ഞത്. അവൻ അലറിക്കൊണ്ട് അവളോട് കൽപ്പിച്ചു. പേടിച്ചുകൊണ്ടവൾ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു, എവിടേക്കാ കണ്ണേട്ടാ നമ്മൾ ഈ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്? അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവളുടെ ആ ചോദ്യവും നോട്ടവും ഒട്ടും ഇഷ്ടപ്പെടാതെ അവൻ വീണ്ടും പറഞ്ഞു, ഹോ, അപ്പോൾ നിനക്കിതൊന്നും കേട്ടിട്ട് മതിയായില്ല അല്ലേ? എനിക്കുമുണ്ട് അന്തസ്സും അഭിമാനമൊക്കെ. ഈ കണ്ണനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല.
ഇപ്പം തീരുമാനിച്ചോ, നിനക്ക് ഞാൻ വേണോ അതോ ഈ നിൽക്കണ നിന്റെ അമ്മാവനെ വേണോന്ന്? ഇനി ഈ കണ്ണൻ ഈ വീടിൻ്റെ മുറ്റത്ത് കാലെടുത്ത് വെക്കില്ല. ഇങ്ങേരുമായുള്ള സകല ബന്ധവും ഞാൻ ഇവിടെ ഉപേക്ഷിച്ചു പോവുക. ഈ കടങ്ങളൊക്കെ എന്ന് ഞാൻ വീട്ടുന്നുവോ അന്നേ ഇനി നമ്മൾ തമ്മിൽ കാണുള്ളൂ. അത്രയും പറഞ്ഞുകൊണ്ടവൻ ദേഷ്യത്തോടെ അച്ഛൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്നും മുറ്റത്തേക്ക് ഇറങ്ങി നിർത്തിയിട്ടിരിക്കുന്ന ഓട്ടോയിൽ കയറിപ്പോയിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ കല്ലു കുഞ്ഞിനെയും എടുത്ത് അയാളുടെ അരികിലെത്തി. പാതി തല താഴ്ത്തി ഒരു പുച്ഛത്തോടെ അവനെ നോക്കിയിരിക്കുന്ന അയാളുടെ മുൻപിൽ ചെന്നുകൊണ്ടവൾ കരഞ്ഞു തുടങ്ങി. അച്ഛാ, അങ്ങനെയല്ലേ ഞാൻ വിളിക്കാറ്? അമ്മാവൻ എന്ന് വിളിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഈ വിളിയാണ്. ഞാനത് നിറഞ്ഞ മനസ്സോടെയാണ് എന്നും വിളിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള അച്ഛന് ഞങ്ങളെ ഇവിടുന്ന് ഇറക്കിവിടാൻ സാധിക്കുമോ? കണ്ണേട്ടൻ ചെയ്ത തെറ്റിന് ഞാൻ ക്ഷമ ചോദിക്കുക. അച്ഛൻ ഇത്തവണത്തേക്ക് ഒന്നുകൂടി ക്ഷമിക്കൂ പ്ലീസ് അച്ഛാ. അവൾ നിറകണ്ണുകളോടെ അയാൾക്ക് മുൻപിൽ യാചിച്ചു നിന്നു. അവളുടെ കണ്ണുനീരിൽ അയാളുടെ മനസ്സൊന്ന് ചാഞ്ചല്യപ്പെട്ടു. അയാൾ അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു, നിനക്കിവിടെ നിൽക്കുന്നത് ഞാൻ എതിരല്ല മോളെ. പക്ഷേ അവൻ ഇനി ഈ വീട്ടിൽ വേണ്ട. ഇതെൻ്റെ ഉറച്ച തീരുമാനമാണ്. ആ ശബ്ദവും തീരുമാനവും ഉറച്ച മനസ്സിൽ നിന്നും വന്നതാണെന്ന് അവൾക്കും ബോധ്യമായതോടെ അവൾ ആ കൈകൾ പതുക്കെ തട്ടിമാറ്റി. ഇതാണ് അച്ഛൻ്റെ തീരുമാനമെങ്കിൽ കണ്ണേറ്റൻ്റെ കൂടെ ഞാനും ഇറങ്ങാണ് എന്നും പറഞ്ഞുകൊണ്ടവൾ കണ്ണുകൾ അമർത്തി തുടച്ച് അവിടെ നിന്നും പതിയെ ഇറങ്ങി. കല്ലുവിൻ്റെ കയ്യിൽ കിടന്നുകൊണ്ട് കുഞ്ഞാറ്റ മുത്തശ്ശൻ്റെ നേർക്ക് കൈനീട്ടി വാവിട്ട് കരഞ്ഞു വിളിച്ചു. ആ കാഴ്ച അയാളുടെ ഉള്ളം കുത്തി നോവിപ്പിക്കുന്നതായിരുന്നു. ഒന്നും പറയാതെ അയാൾ നിശബ്ദനായി അവിടെ തന്നെ നിന്നു. കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കിയ സുമമ്മ അവരെ നോക്കി ഉറക്കെ വിളിച്ചു, മോളെ കല്ലു, നിൽക്കു മോളെ. ദേ ശ്രീധരേട്ടാ, അവർ പോകുക. നിങ്ങൾ വിളിച്ച് അവർ വരും. സുമ കരഞ്ഞുകൊണ്ട് അയാളെ കുലുക്കി വിളിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ആ വണ്ടി ആ വീടിൻ്റെ പടി കടന്ന് പുറത്തേക്ക് നീങ്ങിയിരുന്നു. കണ്ണാ! പെട്ടെന്നാണ് സുമയെ ആരോ വന്ന് തട്ടി വിളിച്ചത്. സുമേ! ആ ഓർമ്മകളിൽ നിന്നും അവർ പൊടുന്നനെ ചാടി എഴുന്നേറ്റു. തൻ്റെ മുൻപിൽ സംശയത്തോടെ നോക്കി നിൽക്കുന്ന ശ്രീധരേട്ടനെ കണ്ടപ്പോൾ അവർ കണ്ണുകൾ തുടച്ചു. കലങ്ങിയ കണ്ണുകളിലെ ആ വേദന കാണാതിരിക്കാനായി അവർ മുഖമൊന്ന് തിരിഞ്ഞു നിന്നു. എന്താ സുമേ, പകലുറക്കം പതിവില്ലാത്തതാണല്ലോ. വല്ല കള്ളന്മാരും വന്ന് എന്തെങ്കിലും എടുത്തോണ്ട് പോയാലും കൂടി താൻ അറിയില്ലല്ലോടോ. നേരെ എത്രയെന്നാ വിചാരം? അത് കേട്ടതും അവർ തിരിഞ്ഞുകൊണ്ട് ഉമ്മറത്തെ ചുവരിലേക്കൊന്ന് കണ്ണോടിച്ചു. ക്ലോക്കിൽ സമയം 2:10. അയ്യോ ശ്രീധരേട്ടാ, ഞാൻ അറിയാതെ ഒന്ന് മയങ്ങിയതാ. ശ്രീധരേട്ടനുള്ള ഊണ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ എനിക്ക് മനസ്സിലായി. പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട താൻ. കൃത്യം 1 മണിക്ക് എന്നും ചോറുമായി വരുന്ന തന്നെ കാണാണ്ടായപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇതൊക്കെ. ഫോൺ വിളിച്ചിട്ടും എടുക്കാണ്ടായപ്പോൾ ഞാൻ ഒന്ന് ഭയന്ന ഓടി വന്നേ. അത് പറഞ്ഞപ്പോൾ അയാളുടെ ശബ്ദമൊന്ന് അല്പം ഇടറി. അയാൾ പതുക്കെ ഉമ്മറത്തേക്ക് കയറിയിരുന്നു. കൈ കഴുകിക്കോളൂ, ഞാൻ ഊണ് വിളമ്പാം. സുമ ധൃതിയിൽ അകത്തേക്ക് കയറാനായി തുടങ്ങി. ഒന്ന് നിൽക്കൂ സുമേ. ഞാൻ ഇവിടെ എത്തിയപ്പോൾ താൻ കണ്ണടച്ച് കരയുന്നതാണ് കാണാൻ കഴിഞ്ഞത്. എന്തേ, എന്തു പറ്റി? ശ്രീധരേട്ടനോട് ഒന്നും മറച്ചു പിടിക്കാൻ സുമയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. മുഖം മനസ്സിലെ കണ്ണാടിയാണെന്ന അദ്ദേഹത്തിൻ്റെ വിശ്വാസം അവർക്ക് നന്നായി അറിയാമായിരുന്നു. തൻ്റെ കരഞ്ഞ കണ്ണുകളെ എത്ര മറച്ചു പിടിച്ചാലും അദ്ദേഹം അത് മനസ്സിലാക്കിയെടുക്കുമായിരുന്നു. അത്രത്തോളം ആഴത്തിൽ തൻ്റെ മനസ്സ് വായിച്ചെടുക്കാൻ അദ്ദേഹത്തിന് എപ്പോഴും സാധിക്കും. സുമ മുന്നോട്ടെടുത്തു വെച്ച കാലുകൾ പിറകോട്ട് തന്നെ വലിച്ചു. ഞാൻ നമ്മുടെ കണ്ണനെക്കുറിച്ച് ചിന്തിച്ചു പോയി ശ്രീധരേട്ടാ. അവൻ ഈ വീട് വിട്ടിറങ്ങിയിട്ട് 3 മാസത്തോളമായി. എനിക്ക് നമ്മുടെ കുഞ്ഞാറ്റയെ കാണാൻ കൊതിയാവുന്നു ശ്രീധരേട്ടാ. അന്ന് നിങ്ങളൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർ ഇന്നും ഇവിടെ തന്നെ ഉണ്ടായേനെ ശ്രീധരേട്ടാ. അത് പറഞ്ഞപ്പോഴേക്കും അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. പെട്ടെന്ന് അയാൾ അവിടെ നിന്നും എഴുന്നേറ്റു. ഒരു നെടുവീർപ്പോടെ അയാൾ അവിടെയുള്ള തൂണിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, അപ്പോൾ നീയും എൻ്റെ ഭാഗത്തെ ശരികൾ മനസ്സിലാക്കുന്നില്ലേ സുമേ? ഏതൊരച്ഛനും ചെയ്യുന്നതേ ഞാനും ചെയ്തുള്ളൂ. മകൻ്റെ തെറ്റുകൾ കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്കാവില്ല. ഈ കാണുന്നതെല്ലാം അവൻ്റെ കൂടി സ്വന്തമാണ്. പക്ഷേ ആ ആധാരം പണയം വെക്കുമ്പോൾ എന്നോട് കൂടി ഒരു വാക്ക് അവന് പറയാമായിരുന്നില്ലേ? ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിനായി ആ പണം ചെലവഴിച്ചതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാൽ അവൻ അപ്പോഴും എന്നോട് കള്ളം പറയുകയായിരുന്നു.
ആ പണം മുഴുവൻ അവൻ സതീശന്റെ അച്ഛന് കൊടുത്തിട്ടില്ലായിരുന്നു. കൂട്ടുകാരുമായി കറങ്ങാനും ധാരാളിത്തം കാണിക്കാനുമാണ് അത് പകുതിയും ചിലവായത്. നമ്മുടെ മോന് പണത്തിന്റെ വിലയെന്തെന്ന് അറിയില്ല സുമേ. ജീവിതം എന്താണെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. അവൻ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന ഒരു കാലം വരണം. ഇല്ലെങ്കിൽ ഒരു പക്ഷേ എൻ്റെ കണ്ണടഞ്ഞാൽ പിന്നെ അവൻ... വിഷമം കൊണ്ട് അയാളുടെ വാക്കുകൾ പതിയെ മുറിഞ്ഞുപോയി. അത് കേട്ടതും സുമ ഓടി വന്നുകൊണ്ട് അയാളുടെ ചുണ്ടുകൾ പൊത്തിപ്പിടിച്ചു. അരുത്, അങ്ങനെയൊന്നും പറയരുത്. ഞാൻ ക്ഷമ ചോദിക്കുന്നു ശ്രീധരേട്ടാ. അവർ അയാളുടെ നെഞ്ചിൽ പതിയെ തലചായ്ച്ച് കിടന്നു. അന്നേരം ആ നെഞ്ചിലെ ഹൃദയമിടിപ്പിന്റെ വിങ്ങൽ വളരെ ശക്തിയോടെ അവരുടെ കാതുകളിൽ കേൾക്കാൻ സാധിക്കുമായിരുന്നു. അയാളുടെ വാക്കുകളിലെ വേദനയും ഭയവും അവരെ വല്ലാതെ അസ്വസ്ഥതയിലാക്കുകയായിരുന്നു. അന്നേരം അവർ പേടിയോടെ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. സുമയുടെ ആ കരസ്പർശം അയാളുടെ മനസ്സിനും നേർത്തൊരു ആശ്വാസം ലഭിക്കാനിടയാക്കി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം നാട്ടിൽ നിന്നും കുറച്ചകലെയുള്ള ഒരു പട്ടണത്തിലെ ഒരു ഉച്ച സമയം കലാലയത്തിന്റെ പടിവാതിലിൽ കണ്ണന്റെ ഓട്ടോറിക്ഷ വന്നു നിന്നു. വലിയ ഉയരത്തിൽ കവാടമുള്ള ആ കൂറ്റൻ കെട്ടിടത്തിന്റെ രൂപം തന്നെ ഏറെ ആകർഷണീയമായിരുന്നു. പൊട്ടലും ഞെളുങ്ങലും ഒന്നുമില്ലാത്ത കട്ടിയുള്ള മതിലുകളും പുത്തൻ പെയിന്റിൽ തിളങ്ങി നിൽക്കുന്ന ഉയർന്ന ഭിത്തികളും പച്ച വിരിച്ച പരവതാനി പോലെ നീണ്ടുകിടക്കുന്ന പുൽമെത്തകളും പൂന്തോട്ടങ്ങളും ആ കോളേജിന്റെ ഭംഗിയെ എടുത്തു കാണിച്ചിരുന്നു. കോളേജിന്റെ പുറത്തവർ വണ്ടി പതുക്കെ ഒതുക്കി നിർത്തി. പണത്തിന്റെ മൂല്യത്തിൽ തിളങ്ങി നിൽക്കുന്ന കോളേജ് ക്യാമ്പസ്. പണക്കൊഴുപ്പിൽ വളരുന്ന മക്കൾ മാത്രമേ അവിടെയുള്ളൂവെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാനാകും. കോളേജിന്റെ പടി കാണാത്തവരായതുകൊണ്ട് അവിടുത്തെ കാഴ്ചകൾ അവരെ കുറച്ചുനേരം അത്ഭുതത്തോടെ നോക്കി നിൽക്കാനിടയാക്കി. പല രൂപങ്ങളിലും വേഷങ്ങളിലും നടന്നു പോകുന്ന സുന്ദരികളെയും അതിനു പിറകിൽ വിലപിടിപ്പുള്ള വണ്ടിയിൽ അവരെ ചേസ് ചെയ്തു പോകുന്ന ചില പൂവാലന്മാരും അതിൽ ചിലർ അവരുടെ പിറകിൽ കയറിയിരുന്നു കൊണ്ട് ചേർത്ത് പിടിച്ചു പോകുന്ന കാഴ്ചകളുമെല്ലാം അവരെ ഏറെ ആകർഷിപ്പിക്കുകയായിരുന്നു. അതെല്ലാം കണ്ട് ബാബുവും സുബ്രവും അറിയാതെ ഒരു നിമിഷം വായ് പൊളിച്ചു നിന്നു. നോക്കടാ കണ്ണാ, ഇതൊക്കെ കാണുമ്പോൾ എനിക്കും ഒന്ന് കോളേജിൽ പഠിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടടാ. അതിന് 10ാം ക്ലാസ് പൊട്ടിയ നീ എങ്ങനെയാടാ സുബ്രോ കോളേജിലേക്ക് കയറി വരുന്നത്? ബാബുവിന്റെ ആ മറുപടി അവൻ അത്ര രസിച്ചില്ലെന്ന് മാത്രമല്ല, അവൻ അവന്റെ കാലിനിട്ട് ഒരു ചവിട്ടും വെച്ചു കൊടുത്തു. ആ അമ്മേ, നോക്കടാ കണ്ണാ, ഇവൻ എൻ്റെ കാലിൽ ചവിട്ടി. കണ്ണൻ നഖം കടിച്ചുകൊണ്ട് അവിടുത്തെ അന്തരീക്ഷം നന്നായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ബാബുവിന്റെ പരാതി അവനെ തോണ്ടി വിളിക്കുന്നത്. ഓ കഷ്ടം, ഒരുമാതിരി LKG കുട്ടികളെപ്പോലെ നുള്ളി തല്ലി എന്നൊക്കെ പറയാനുള്ള നേരാണോടാ ഇത്? നിന്നെയൊക്കെ ഇവിടേക്ക് എഴുന്നള്ളിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അല്ല, നീയൊന്നും പെണ്ണുങ്ങളെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തത് പോലുണ്ടല്ലോടാ സുബ്രു. കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ഇതുപോലെയല്ലല്ലോ. നമ്മുടെ നാട്ടിൽ പാവാടയിട്ട് നടക്കുന്ന പെൺകുട്ടികളല്ലടാ കൂടുതലും. ഇത് കണ്ടില്ലേ, നല്ല ജീൻസും പാൻറ്റൊക്കെ ഇട്ട്. ആഹാ, എന്താ അവരുടെയൊക്കെ ഒരു സ്റ്റൈല്. ഇതൊക്കെ പണക്കാരുടെ കൊച്ചുങ്ങളാണെന്ന് ആ പോക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അവൻ മുന്നിലൂടെ കടന്നു പോകുന്ന മോഡേൺ പെൺകുട്ടികളെ വായി നോക്കിക്കൊണ്ടേ പറഞ്ഞു. ഒവ്വേ, എന്തൊരു ജ്ഞാനദൃഷ്ടി. ഈ ബുദ്ധിയൊക്കെ നിന്റെ പഠനത്തിൽ അന്ന് കാട്ടിയിരുന്നെങ്കിൽ നീ എന്നേ രക്ഷപ്പെടുമായിരുന്നല്ലോ സുബ്രു. ബാബു അവനെ വീണ്ടും കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഇതെല്ലാം കേട്ടുകൊണ്ടാണ് സതീശനും അവരുടെ കാര്യത്തിൽ ഇടപെടാൻ തുടങ്ങിയത്. ഒന്ന് നിർത്തുന്നുണ്ടോടാ? രണ്ടും കൂടെ ഒലിപ്പിച്ച് മതിയാക്ക്. നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇവിടെയുള്ള പെൺപിള്ളേരുടെ ഡീറ്റെയിൽസ് അറിയാനല്ല. ജെയിംസ് അച്ചായൻ ഏൽപ്പിച്ച കാര്യം നടത്തി പെട്ടെന്ന് തന്നെ സ്ഥലം വിടണം. നമ്മളെവിടെ ആർക്കും അറിയില്ല. ആദ്യം ആ പയ്യനെ കണ്ടുപിടിക്കണം. മിക്കവാറും അവൻ ഈ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലുമൊക്കെ കാണും. അവനും ഒരു കോഴിയാന്നാ കേട്ടത്. എന്നാ പിന്നെ ഇനി അധികം സമയം കളയണ്ട അല്ലേ കണ്ണാ? കണ്ണൻ്റെ മുഖത്തേക്ക് നോക്കി സതീശൻ ഒരു ചോദ്യഭാവത്തിൽ പറഞ്ഞു. അന്നേരം മീശയൊന്ന് പിരിച്ചുകൊണ്ടവൻ ഒരു തീരുമാനത്തിലെത്തിയതുപോലെ നേരെ മുൻപിലേക്ക് നോക്കിക്കൊണ്ടവൻ അരികിൽ നിൽക്കുന്ന സതീശന് നേരെ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു. അവൻ്റെ ഫോട്ടോ ഇങ്ങെടുക്ക് സതീശ. ഷർട്ടിൻ്റെ പോക്കറ്റിൽ കിടന്ന മൊബൈൽ ഫോൺ എടുത്തുകൊണ്ടവൻ ജെയിംസ് അച്ചായൻ അയച്ചു കൊടുത്ത ആ ഫോട്ടോ തിരയാൻ തുടങ്ങി. കിട്ടിപ്പോയെന്നർത്ഥത്തിൽ അവൻ ആ ഫോൺ കണ്ണന് കൈമാറി. ഫോട്ടോ നന്നായി ഒന്ന് സൂം ചെയ്തുകൊണ്ട് കണ്ണൻ അതിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. അലക്സ് മാനുവൽ. കൊള്ളാം, നല്ല പേര്.